ഏറ്റുമാനൂർ നഗരസഭ മുൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൂസൻ തോമസ് കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് കേരള കോൺഗ്രസ് എമ്മിൽ ചേർന്നു. UDFന്റെയും കോൺഗ്രസിന്റെയും നിലപാടുകളെ പ്രതിഷേധിച്ചാണ് കോൺഗ്രസിൽ നിന്നും രാജിവെച്ചതെന്ന് സൂസൻ തോമസ് ഏറ്റുമാനൂർ പ്രസ് ക്ലബ്ബിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നഗരസഭാ തെരഞ്ഞെടുപ്പിൽ അടിച്ചിറ മാമൂട് 23-ാം വാർഡിൽ നിന്നും LDF കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നും സൂസൻ തോമസ് പറഞ്ഞു. ഏറ്റുമാനൂർ ഗ്രാമപഞ്ചായത്തായിരുന്ന കാലഘട്ടത്തിൽ താൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം വഹിച്ചിരുന്നു. 2020 വരെ നഗരസഭയിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്നു. 2020-ലും 2025-ലും സീറ്റ് നിഷേധിച്ചു. ഏറ്റുമാനൂരിലെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിൽ ഏറെ അനുഭവ സമ്പത്തുള്ള തന്നെ ഒഴിവാക്കാൻ കോൺഗ്രസിലെ ചിലർ തീരുമാനിക്കുകയായിരുന്നുവെന്നും സൂസൻ തോമസ് പറഞ്ഞു. ഏറ്റുമാനൂർ പഞ്ചായത്തിന്റെ കാലത്ത് 2010-2015 മത്സരിച്ച് ഒരു ജനപ്രതിനിധിയാകുകയും 2014-2015 കാലഘട്ടത്തില് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയായി നിലകൊള്ളുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 2015-2020 കാലഘട്ടത്തിൽ UDFന്റെ പാനലിൽ നിന്ന് ഞാൻ ജയിക്കുകയും 5 വർഷം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയായിട്ട് സേവനമനുഷ്ഠിക്കുകയും ചെയ്തു. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റുമാനൂർ നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിലെ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കും ഏറ്റുമാനൂർ നഗരസഭയുടെ വികസന കാര്യങ്ങളിലും സജീവ പ്രവർത്തകയാകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ നിലകൊണ്ടിരുന്ന കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിനോട് എനിക്ക് യോജിച്ചു പോകാനായിട്ട് സാധിക്കാത്തതിനാൽ കേരള കോൺഗ്രസ് എമ്മിന്റെ മെമ്പർഷിപ്പ് സ്വീകരിക്കുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നു. കേരള കോൺഗ്രസ് എം നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB വേട്ടൂർ, സംസ്ഥാന കമ്മിറ്റി അംഗം ജോർജ് പുല്ലാട്, നിയോജക മണ്ഡലം സെക്രട്ടറി ജെയിംസ് പുളിക്കൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.